എല്ലാവർക്കും നമസ്കാരം. പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എന്തെങ്കിലും എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ രഹസ്യം എന്താണ്? പല കാര്യങ്ങളും പരിശ്രമിക്കാറുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര അങ്ങ് എഫക്റ്റീവ് ആകുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് നമുക്കതുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കാം. ഒന്നാമത്തത് ഒരു ഷോക്കിംഗ് ട്രൂത്ത് എന്ന് വിളിക്കാവുന്ന തരത്തിൽ ഒരു സത്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ഹൈ പെർഫോമേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറയുന്നൊരു കാര്യം, ഈ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഒരു ലേൺഡ് സ്കില്ല് തന്നെയാണ്. അത് എന്തെങ്കിലും കാര്യമൊക്കെ ആളുകൾ എഫക്റ്റീവായി ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഭാഗ്യത്തിന് അങ്ങ് ഒത്തു കിട്ടുന്നതല്ല. അങ്ങനെ ഭാഗ്യം ഉണ്ടെങ്കിൽ തന്നെ അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം എഫക്റ്റീവായി ചെയ്യുക എന്ന് പറയുന്നത് പരിശീലിച്ച് നേടേണ്ട ഒരു കഴിവാണ് എന്നുള്ളതാണ് ആദ്യത്തെ സത്യം. 2, സ്റ്റഡി വിൻസ് ദ റേസ് എന്ന കാര്യം. ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, എന്നും കൺസിസ്റ്റൻ്റായി ചെയ്തു വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും. കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേൾക്കുന്ന ആമയും മുയലിൻ്റെയൊക്കെ സ്റ്റോറി പോലെ തന്നെ. കാരണം സ്റ്റഡി ആയിട്ടും റെഗുലറായും ചെയ്യുന്ന കാര്യങ്ങൾ എൻഡ് ഓഫ് ദ ഡേ വലിയ സക്സസ്സിലേക്ക് എത്തും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കിൽ വിശ്വസിക്കുക. മൂന്നാമത്തെ കാര്യം, ഷാർപ്പൻ യുവർ എഫക്റ്റീവ്നെസ്. നമ്മൾ എന്തെങ്കിലും കാര്യം എഫക്റ്റീവ് ആകണമെങ്കിൽ അതിലും ഒരു 1 ഡിഗ്രി ചേഞ്ച് വീതം റെഗുലറായിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഉദ്ദേശിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കണം. ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും റിസൾട്ട് തരും. ഫോക്കസ് ഓൺ ദ റൈറ്റ് തിങ്സ്. നമുക്ക് പലപ്പോഴും ബ്രില്യൻ്റ് ഐഡിയ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രോബ്ലം സോൾവ് ചെയ്തില്ലെങ്കിൽ അത് യൂസ്ലെസ് ആണെന്നാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്ത് വേണം? റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ഫോക്കസ് കൂട്ടി കൊണ്ടുവരിക. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഭയങ്കര ബിസിയാണെന്ന് വിചാരിച്ചാൽ അതെപ്പോഴും പ്രൊഡക്ടിവിറ്റി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മളൊന്ന് നോക്കണം എൻഡ് ഓഫ് ദ ഡേ എന്ത് ഔട്ട്പുട്ടോ റിസൾട്ടാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എഫേർട്ടും മെഷർ ചെയ്യുക, റിസൾട്ട് അതിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. അതോടൊപ്പം പറയാനുള്ളൊരു കാര്യം, നമുക്ക് ശക്തമായൊരു വിജയം കൈവരിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല ചലഞ്ചസിനെയും ഓവർകം ചെയ്ത് വേണം പോകാൻ. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു 4 കാര്യങ്ങളിലൊന്ന്, നമ്മുടെ സെൽഫ് ലിമിറ്റിംഗ് തോട്ട്സ് ഉണ്ട്. എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ സെൽഫ് ലിമിറ്റിംഗ് തോട്ട്സാണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിനെ ഒന്ന് മറികടക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവിടെ വേണ്ടൊരു കാര്യമാണ് രണ്ടാമത്തത്, ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ് ബൈ റീപ്ലേസിങ് നെഗറ്റീവ് തോട്ട്സ് വിത്ത് റിയലിസ്റ്റിക് ഓർ എംപവറിങ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയും. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അതിനെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടം, എനിക്കും കുറച്ച് കഴിവുകളും ക്യാപ്പബിലിറ്റിയും സ്ട്രെങ്ത്തൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്ന് നോക്കുക. മൂന്നാമത്തെ കാര്യം, റെഗുലർലി ടേക്ക് ടൈം ടു റിഫ്ലക്റ്റ്. നമ്മുടെ റിഫ്ലക്ഷൻ ടൈം എന്ന് പറയും. അതായത് നമ്മുടെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യാൻ, ടാലൻറ്റിൽ ഫോക്കസ് ചെയ്യാൻ, മുൻകാലങ്ങളിലുണ്ടായിരുന്ന സക്സസ് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കാനും അതിനെപ്പറ്റി ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഫൈനലി, പുഷ് യുവർ സെൽഫ് ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ അഥവാ ഫെമിലിയാരിറ്റി സോൺ. നമുക്ക് പരിചിതമായ കുറേ കാര്യങ്ങളുണ്ട്, അതിൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും. അതിന് പുറത്ത് കിടക്കാനായിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടാകുന്നു. നമ്മൾ പറഞ്ഞ എഫക്റ്റീവ്നെസ്, എന്ത് കാര്യം ചെയ്തെടുക്കുമ്പോഴും അതിൽ ആധികാരികത ഉണ്ടാക്കാനും കുറേ കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.